ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഇതിന് മുട്ടയും തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു തക്കാളി കറിയുടെയോ അല്ലെങ്കിൽ മുട്ടക്കറിയുടെയോ ടേസ്റ്റേ അല്ല ഇതിന് ഉണ്ടാവുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നമുക്ക് ചോറുണ്ണാനായിട്ട് ഇത് മാത്രം മതി. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ സിമ്പിൾ ആയിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇതിന് ആദ്യം തന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അളവൊക്കെ നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ അതേ ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികൾ ആകെ ഇത് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. മസാലയുടെ ഫ്ലേവർ ഒന്നും ഇല്ല. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതേ നമ്മുടെ മിക്സ് ഇവിടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടുള്ളപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അങ്ങ് കുക്കായി കിട്ടും. നമുക്ക് അങ്ങനെ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഓരോ സൈഡിൽ നിന്ന് വലിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് വലിയ വലിയ പീസ് ഓംലെറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ചിക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ പീസായിട്ട് വേണം. ഇതിപ്പോ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ വലിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഓംലെറ്റ് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ മാക്സിമം എല്ലാം എടുക്കാൻ നോക്കുക. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ചൂടാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർക്കുക. കാരണം നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ കുറച്ച് വലിയ പീസായിട്ട് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് 4 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തക്കാളി വല്ലാണ്ട് ഉടഞ്ഞു പോകും. നമുക്ക് അങ്ങനെ ഉടഞ്ഞു കിട്ടണ്ട. നമുക്ക് ഇതേപോലെ വേണം കിട്ടാനായിട്ട്. അതിന്റെ ആ ഒരു രൂപം ഒന്നും മാറാത്ത രീതിയിൽ വേണം. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. കണ്ടോ, കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ തന്നെ തക്കാളി ഒന്ന് വെന്ത് കിട്ടും. കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കാണ്ട് നോക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ വെച്ച് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഇതേ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി അത്യാവശ്യം വേവുകയും ചെയ്തു. പക്ഷെ അത് ഉടഞ്ഞും പോയിട്ടില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതേ നമ്മൾ എങ്ങനെയാണോ ഇട്ടിട്ടുള്ള ആ ഒരു രൂപത്തിൽ തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓംലെറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ തക്കാളിയുടെ ആ ഒരു രുചിയൊക്കെ ഒന്ന് നമ്മുടെ ഈ മുട്ടയിൽ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, മറക്കരുത്. കാരണം എല്ലാവരും ഒന്നും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് എടുക്കാം. കാരണം ആ മുട്ടയിൽ നല്ലപോലെ മസാല പിടിക്കും. മുട്ട ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന്റെ കൂടെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല കഴിക്കാനായിട്ട്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നല്ല കിട്ടിലനായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.